അങ്ങനെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ബീഹാറിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ് നിതീഷ് കുമാർ. രാജിവെച്ചതാണോ അതോ രാജിവെപ്പിച്ചതാണോ എന്നതിൽ വ്യക്തത വരുന്നതേയുള്ളൂ. ഒരു കാര്യം മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം: ബീഹാറിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇനി ഏതെങ്കിലും BJP നേതാവിരിക്കും. JDUവിൽ നിന്ന് BJP മുഖ്യമന്ത്രി കസേര പിടിച്ചെടുത്തു കഴിഞ്ഞു. മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. രാജ്യസഭാ MP ആയി പുതിയ ജോലി നൽകുന്ന നിതീഷ് കുമാർ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ അടിമയായി ശിഷ്ടകാലം ഡൽഹിയിൽ കഴിയും. JDU നേതാക്കളുടെ പ്രതിഷേധം ഒഴിവാക്കാൻ നിതീഷിന്റെ സത്പുത്രൻ നിശാന്തിനെ BJP ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൊടുന്നനെയുള്ള പ്രഖ്യാപനം ബീഹാറിൽ വലിയ കോലാഹലങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ പകരം JDUവിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കണമായിരുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ നിതീഷ് കുമാർ അല്ലെങ്കിൽ ആരും വേണ്ട എന്ന നിലപാടിൽ തന്നെ BJP പിടിമുറുക്കിയതോടെ ഒന്നും കാണാനും കേൾക്കാനും വയ്യ എന്ന നിലപാടിൽ നിതീഷ് കുമാർ ഡൽഹിക്ക് പറന്നിരിക്കുകയാണ്. നിതീഷ് കുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രാജ്യസഭാ പ്രവേശനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾക്കിടെ നിതീഷ് കുമാറുമായി JDU എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സഞ്ജയ് 3 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. JDU പ്രതിനിധി കേന്ദ്രമന്ത്രി ലലൻ സിംഗ് പട്നയിൽ എത്തിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ നിതീഷിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാമെന്ന ചിന്ത BJPക്കുണ്ടായിരുന്നു. എന്നാൽ BJPയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയ നിതീഷ് കുമാറും JDUവും 85 സീറ്റാണ് പിടിച്ചെടുത്തത്. BJPയുമായി നോക്കുമ്പോൾ വെറും 4 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് JDUവിനുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൽ നിതീഷിനെ വെള്ളം കുടിപ്പിച്ചപ്പോലുള്ള കളികൾക്ക് BJP നിൽക്കില്ല എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അനാരോഗ്യം തളർത്തിയതോടെയാണ് നിതീഷ് കുമാർ പടിയിറങ്ങുന്നത്. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകൾ നേടിയാണ് ബീഹാറിൽ NDA സർക്കാർ രൂപവൽക്കരണത്തിനൊരുങ്ങുന്നത്. 89 സീറ്റുകൾ നേടിയ BJPയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. JDU 85 സീറ്റ് നേടിയപ്പോൾ ചിരാഗ് പസ്വാന്റെ LJP 19 സീറ്റാണ് നേടിയത്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രമസമാധാന നില തകർന്ന അവസ്ഥയിലൂടെയാണ് ബീഹാർ കടന്നുപോകുന്നത്. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പ് നിതീഷ് കുമാറിൽ നിന്നെടുത്ത് മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇത് BJP NDA യോഗത്തിൽ അറിയിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചാണ് നിതീഷ് കുമാർ പ്രതികരിച്ചത്. പിന്നാലെയാണ് നിതീഷ് ഡൽഹിയിലേക്ക് തിരിച്ചത്. പുതിയ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പട്നയിലെത്താനിരിക്കെയാണ് മാസങ്ങൾക്ക് മുൻപ് BJPയെ ഞെട്ടിച്ച് നിതീഷ് കുമാർ ചില കളികൾ കളിച്ചത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ തീരുമാനമായില്ലെങ്കിൽ തൽക്കാലം മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കട്ടെയെന്നും ബാക്കി സത്യപ്രതിജ്ഞ മാറ്റിവെക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുൾപ്പെടെ നിരവധി ഉന്നത BJP നേതാക്കളുമായും അന്ന് നിതീഷ് കുമാർ ചർച്ച നടത്തിയിരുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പ് BJP നേതാവ് സാമ്രാട്ട് ചൗധരിക്ക് മുന്നിൽ നിതീഷ് അടിയറവ് വയ്ക്കേണ്ടി വന്നു. നിതീഷ് സ്ഥാനമൊഴിയുന്ന വേളയിൽ ഇതേ സാമ്രാട്ട് തന്നെ BJP മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സാമ്രാട്ട് വച്ചൊഴിയുന്ന ഉപമുഖ്യമന്ത്രി പദവിയാണ് പകരം നിതീഷിന്റെ മകൻ നിശാന്തിന് നൽകുന്നത്. വീട്ടിലിരുന്ന് വിശ്രമിക്കുന്നതിന് പകരമാണ് രാജ്യസഭാ MP സ്ഥാനം സ്വന്തമാക്കിയ നിതീഷ് കുമാർ കേന്ദ്രമന്ത്രി പദവി ലക്ഷ്യമിട്ട് ഡൽഹിക്ക് വീണ്ടും തിരിക്കുന്നത്. എന്തായാലും BJPക്ക് മുന്നിൽ മുഖ്യമന്ത്രി പദവി അടിയറവ് വെച്ചതോടെ JDUവിന്റെ കഷ്ടകാലത്തിന് കൂടിയാണ് തുടക്കമാകുന്നത്.